വെൽക്കം ടു തിക്സേ മൊണാസ്ട്രി. അതായത് ലേയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ എല്ലാവർക്കും നമ്മളെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് തിക്സേ മൊണാസ്ട്രി. അടിപൊളി കേട്ടോ. നമുക്ക് താഴ്ന്നു മുതലേ നമുക്ക് കറങ്ങി പ്രാർത്ഥിച്ച് പോവാം. ഓരോന്നും കറക്കാം. ഒക്കെ പ്രാർത്ഥനകളാണ് ദേ ഇവിടെ. അപ്പോൾ നമുക്ക് തിക്സേ മൊണാസ്ട്രിയുടെ കഥയിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കാണാം. ദേ നല്ല കുന്നും മലയും നമ്മളെ ചുരം കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് താഴെത്തിട്ടോ. ഇവിടെ ഇന്നലെ വന്നപ്പോൾ മിഞ്ഞാന്ന് വന്നപ്പോൾ ഭയങ്കര തണുപ്പ് അങ്ങനെ ആയിരുന്നു. ലേയിൽ വന്നപ്പോൾ തണുത്ത് കൂറായിരുന്നു. എന്ത് തണുപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേലേക്ക് പോയി വന്നപ്പോൾ ഇവിടെ ചൂടായിപ്പോൾ. ഇവിടെ ഇപ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല എങ്ങനെ. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. അപ്പോൾ അവിടെ ഒരു 50 രൂപ ചാർജ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ കിടക്കണമെങ്കിൽ ഒരു 50 രൂപ കൊടുക്കുക, ഉള്ളിലേക്ക് കിടക്കുക. ഇതിനുള്ളിൽ വണ്ടി ഉണ്ടല്ലോ, നമ്മൾ വണ്ടി പുറത്താണ് നിർത്തി കേട്ടോ. ഇതിൻ്റെ വർക്കും ലുക്കും പണികളൊക്കെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളിൽ കയറി വേറെ ലെവലായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഓ ദിസ് ഈസ് ഗസ്റ്റ് ഹൗസ്. ഇത് ഗസ്റ്റ് ഹൗസ് ആൻഡ് റെസ്റ്റോറൻ്റ് ആട്ടോ. നമ്മളതാ വിചാരിച്ചതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുക. അവിടെ ബോർഡ് ഇംഗ്ലീഷിൽ എഴുതി വെച്ച് നന്നായി. മേലക്ക ഇവിടെ ദേ ഇവരെ സ്കൂളുണ്ട്. നൈസ്. മണ്ണാട്ടോ, സൈഡിലൊക്കെ മണ്ണാ. നല്ലൊരു കേവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ഹൈറ്റിന് കറക്റ്റാട്ടോ, അല്ലെങ്കിൽ തലമുട്ടും. നമ്മളെ സെയിം ഹൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ തലമുട്ടുന്ന പോലത്തെ അല്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്ന്. എവിടെ സകല ഡോറും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് ഇതാര വീടാണ്. അടി കിട്ടും. പോട്ടെ. മോനെ എച്ചാതി വ്യൂ. എത്ര തട്ട അവരുണ്ടാക്കി വെച്ചുള്ളത്. ഏറ്റവും ടോപ്പിൽ. ഇതിൻ്റെ മേലേക്കുള്ള കോണിയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് കയറിയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പീസ് അവിടെ. ഓ മൊത്തത്തിലൊരു നടുമിറ്റൊക്കെ ഉണ്ടല്ലോ. മേലേക്ക് വരെ കയറിയിട്ട് ഒരു തേങ്ങയില്ല. പക്ഷേ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് കിട്ടി. പൊളി സാധനം. അപ്പുറത്ത് കൂടെ തന്നെ വന്ന വഴിക്ക് തിരിച്ചു പോയിട്ട് അപ്പുറത്ത് കൂടെ തന്നെ കയറണം. മാഗി ദഹിക്കട്ടെ. കുറച്ച് കയറിയില്ലേ. ഇവിടുന്ന് ഒന്നും കൂടി അടിപൊളി വ്യൂ ആയില്ലേ. താഴെന്നെടുത്ത ഫോട്ടോ ഒക്കെ വെറുതായോ. ഇവിടെ ഗേറ്റ് ഉണ്ടോ. ഒരു കിലോമീറ്ററിന് അപ്പുറത്ത് വരെ ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ നടക്കണം, എന്നാലേ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് എത്തുള്ളൂ. നമ്മൾ പക്ഷേ അത് കാറിലാണ് വന്നത്. ഇതിൽ വഴിയുണ്ട്, നടവഴിയുണ്ട്. നമ്മളെ പ്രയർ ഡ്രം
ഇത് വലുതാട്ടോ, നമ്മളെ ക്യാമറ കൊള്ളുന്നില്ല, വലുതാ. What do you say this one? Oh, money wheel. Money wheel. Yeah, big money wheel. Big money, yes. So I need money. why you call money wheel? You put some money there? Not money. 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 Yeah, money. What? M-A-N-I. What does mean? So, this means when he did one round, Okay. he did one whole chanting for Buddha. One whole Chant. chant means How can I say? Chant. മണി വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മന്ത്രം എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മളത് കറക്കി കഴിഞ്ഞാൽ അത് നമ്മളൊരു പ്രാവശ്യം ചൊല്ലി, അത് 100 പ്രാവശ്യം കറക്കിയാൽ 100 പ്രാവശ്യം. അപ്പോൾ വലിയ മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാൻ കഴിയാത്തൊക്കെ ഇതിൽ എഴുതിച്ചിട്ട് നമ്മൾ ഒരൊട്ടം കറക്കിയാൽ അത് നമ്മൾ ഫുള്ള് ചൊല്ലി എന്നുള്ള ഒരു, അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അതിനൊപ്പം ഇതേ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. ഇതേ ഈ നമ്മളെ ജപ്പാനീസ് കൊനാക്കോ, നമുക്ക് അവൾ ബുദ്ധിസ്റ്റാന്ന് പറഞ്ഞു, അപ്പോൾ അവൾ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് നോക്കാം. നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ട് എത്തുക. ഇങ്ങോട്ട് മേലോട്ട് എന്തോ ഉണ്ട്. ഇവിടെ ദേ കൊടിയുണ്ട്. ഇങ്ങോട്ടുള്ളോട്ടെന്ന് തോന്നുന്നതേ രണ്ട്, എന്താണ് സിംഹമാണോ, സിംഹം തോന്നുന്നു, പക്ഷേ അതിന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. ഇവിടെ വേറൊരു കൊടിയും കൂടെ ഉണ്ട്. അവിടെ ആളുകൾ വരിക്ക് നിൽക്കുന്ന കണ്ടിട്ട് പ്രേ ചെയ്യുക, അതോ ഫോട്ടോ എടുക്കുക, പ്രേ ചെയ്യാൻ തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഉള്ളിലേക്ക് പോയോക്കല്ലേ. ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആ കളറ് മഞ്ഞയും ചുവപ്പുള്ള ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. മരത്തിൻ്റെ തൂണും. How are you? You good? I like your camera. Oh, thank you. ഇവർക്കിൻ്റെ ക്യാമറ ഇഷ്ടമായിരുന്നു. ഇത് മഞ്ഞാണ്, ഇതിൻ്റെ ക്യാമറൻ്റെ പിടി മഞ്ഞാണ്. മൊത്തത്തിലൊരു മഞ്ഞയാണ് ഇവിടെ ഇപ്പോൾ. ഇവിടുത്തെ വർക്കുകൾ വെയിലടിച്ചിട്ട് കാണുന്നുണ്ടാവില്ല അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇതേ ഇങ്ങനെയുള്ള വർക്കുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചുമരിൽ പെയിൻറ് ചെയ്ത് വെച്ചതാണ്. പെയിൻറ് ചെയ്ത് വെച്ചതാ. ഇങ്ങനത്തെ വർക്കുകൾ രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെയുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുമ്പോഴുള്ളൊരു ബോറ് മാത്രമേ ഉള്ളൂ, അതുണ്ടാവും സഹിക്കുക, നല്ല രസമല്ല. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങോട്ടെത്തിട്ടോ. ഇവിടെ ഫുള്ള് നമ്മളെ മെനി വീൽസ് ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട്, മേലോട്ടും. രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കിടു നല്ല രസമുള്ള വർക്കാട്ടോ. ഇവിടെയാണ് പ്രെയർ റൂം. ഉണ്ടോ, ഇതാണ് പ്രെയർ റൂം.
ഇതുവരെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. ഒരുപാട് വിളക്കുകൾ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ ഇവിടെ ഉണ്ട്. മൊത്തൊരു സമാധാന അന്തരീക്ഷം കേട്ടോ ഇവിടെ. പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വ്യൂ തന്നെ മെയിൻ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം കേട്ടോ. മൊത്തം സൈലൻ്റായിട്ട് ഒരാളൊരക്ഷരം മിണ്ടാതെ സംസാരിക്കാതെ അവരെ പ്രയറുകൾ, അവരെ കാര്യങ്ങൾ അത്രയും സമാധാനമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓരോരുത്തരായ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയൊരു വ്യൂ. അതാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ആ തൃശ്ശൂലം സംഭവങ്ങൾ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ വ്യൂ. ചുറ്റുപാടും 360 മൊത്തം നല്ല അടിപൊളി വ്യൂ. അടിയിൽ മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ തിക്സെ മൊണാസ്ട്രീൻ്റെ വിശേഷങ്ങൾ കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ പറയാൻ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം, കൂടുതൽ അത് അലമ്പാക്കാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഇനി വരുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളി. താങ്ക് യു. ബൈ ബൈ.